രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാപ്പ് സംഗീതത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വേടൻ എന്ന കലാകാരൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തിരഞ്ഞെടുത്തത്? അതാണ് രണ്ടാമത്തെ വാക്ക്. റാപ്പർ വേടനിലെ റാപ്പർ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വേടൻ എന്നുള്ള വാക്കെടുക്കുമ്പോൾ ആ വേടനെ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഏത് വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏതൊക്കെയോ പേരുകൾ എടുക്കാമല്ലോ. ഇപ്പോൾ പിന്നെ എന്തെല്ലാം പേരുകൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു. ആ പേര് തിരഞ്ഞെടുത്തിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസി ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ടൊരു വിഭാഗമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നൊരു പേരാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് വേടൻ അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിൽ മുഴുവൻ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിൻ്റെ സംഗീതം മാത്രമല്ലല്ലോ, നല്ല പോയറ്റാണ് അദ്ദേഹം, നല്ല കവിതകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കവിതകളൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത് എന്താണ്, മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിട്ടുള്ള വോയിസ് ഓഫ് വോയിസ്ലെസ്, അല്ലേ? ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. പറയുന്നതിനകത്ത് പറയുന്നുണ്ടല്ലോ, എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഒരു പക്ഷേ കാണാപ്പാടമായിട്ടുള്ള വരികളാണല്ലേ, ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അതിനുശേഷം അദ്ദേഹം ഒരു അസഭ്യം ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്, ചില അഭിമുഖങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും ഒക്കെ. എൻ്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം. ആ വയലൻസ് ഒക്കെ രാവിലെ കണ്ടുകൊണ്ടും രാത്രി